സൈബർ സെക്യൂരിറ്റി സ്റ്റുഡൻസിന് റെഡ് ടീമിങ്ങിലേക്ക് എത്താനുള്ള ഒരു റോഡ് മാപ്പ് എങ്ങനെയാണ് ശരിക്കും? സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ പറയുക ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 ഇയർ എങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് ടീമിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരാൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ റെഡ് ടീമിംഗ് എന്ന് പറയുന്നത് വളരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ പല സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എന്താണ് റെഡ് ടീമിംഗ് എന്ന് പറഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്. ഇപ്പോൾ പലപ്പോഴും റെഡ് ടീമിംഗ് എന്ന് പറയുന്നതിന് ചുമ്മാ ഒരു വൾണറബിലിറ്റി സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വെരിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് പലപ്പോഴും പ്രാക്ടിക്കലി ചെയ്യുന്നൊരു പരിപാടി. പക്ഷേ ഇപ്പോൾ ഒരു പ്രോപ്പർ റെഡ് ടീമിംഗ് ചെയ്യുന്ന ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിറ്റക്ഷൻ എന്താണ് എന്ന് ഡിറ്റക്ഷൻ കേപ്പബിലിറ്റി മെഷർ ചെയ്യാൻ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കൊരു C2 ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ ഇതെങ്ങനെയാണ്, ഒരു ഇംപ്ലാന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സ്പെക്റ്റീവ് ഒന്നും പലപ്പോഴും അറിയില്ലായിരിക്കാം. പലപ്പോഴും റെഡ് ടീമിംഗ് എഴുതുന്ന CV-യിൽ എഴുതുന്നവരോ അല്ലെങ്കിൽ റെഡ് ടീമിംഗ് റിക്വയർമെൻറ്റുകളിൽ എഴുതുന്ന ക്ലയൻസിനോ ഇത് അറിയില്ലായിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പോൾ ഏത് ഏരിയ ആണോ, ഇപ്പോൾ ഒഫൻസീവ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ വെർട്ടിക്കൽ എടുത്താൽ അതിലൊരു ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. അതിലൊരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ലെവൽ പെൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ഈ 2 ഏരിയ എടുത്താൽ തന്നെ അത് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് കോറായിട്ട് ചെയ്യുന്ന സർവീസസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ എന്തൊക്കെയാണെന്നുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, സർട്ടിഫിക്കേഷൻസ് കുറേ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കോറായിട്ടുള്ള ഇപ്പോൾ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ വെർട്ടിക്കൽ എടുക്കുക, അതിൽ മസ്റ്റായിട്ട് എല്ലാ ഓർഗനൈസേഷനും വേണ്ടി വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി. സെക്കൻഡ് വരുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസ് വരും, API സെക്യൂരിറ്റീസ് വരും. ഇത്രയും ഈ 3 കാറ്റഗറി എന്തായാലും മസ്റ്റായിട്ടും ഈ പറയുന്ന ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന വെർട്ടിക്കലിൽ കോർ ഒരു ഫാക്ടറായിട്ട് വരും. അടുത്തൊരു കാറ്റഗറി അഡ്വാൻസ് കാറ്റഗറിയിൽ വരുമ്പോൾ ഇപ്പം നമുക്ക് ത്രെറ്റ് മോഡലിംഗ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സോഴ്സ് കോഡ് റിവ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡെവ്സെക്കോപ്സ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ലെവൽ പെൻ ടെസ്റ്റിങ്ങിലാണ് ഈ റെഡ് ടീമിംഗ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ കോർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ കോർ സർവീസസ് അല്ലെങ്കിൽ കോർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ വരുന്നതിൽ പെരിമീറ്റർ ടെസ്റ്റിംഗ്, ഇപ്പോൾ എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ടെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇൻറ്റേർണൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതിൽ നെറ്റ്വർക്ക് ഡിവൈസസ് ഉണ്ടാവാം, ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള 2 കമ്പോണൻസ് അല്ലെങ്കിൽ വയർലെസ്സും കൂടെ വേണമെങ്കിൽ നമുക്ക് കോറിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ വരുന്ന 2-3 കോറായിട്ടുള്ള സർവീസസ് അല്ലെങ്കിൽ കമ്പോണൻസ് നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് എത്തുന്ന സിറ്റുവേഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അടുത്ത ലെവൽ ഓഫ്. അപ്പോൾ അടുത്തത് റെഡ് ടീം പോകണമെന്നുണ്ടെങ്കിൽ, ആ പാത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 1-2 വർഷം ഈ കോർ സർവീസസിൽ അല്ലെങ്കിൽ കമ്പോണൻസിൽ ഫോക്കസ് ചെയ്യുക. പെരിമീറ്റർ ടെസ്റ്റിംഗ്, ഇൻറ്റേർണൽ, വയർലെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മൾ അത്യാവശ്യം നമ്മളുടെ ടീം ലീഡോ അല്ലെങ്കിൽ അവരായിട്ട് റിവ്യൂ ചെയ്ത് നമ്മളുടെ റിപ്പോർട്ട്സ് റിവ്യൂ ചെയ്ത് നമ്മളൊരു കംഫർട്ടബിൾ സ്റ്റേജ്. അതെ കുറേ നാളത്തെ എഫേർട്ട് വേണം. ഒരു 1 ഇയർ ആയിട്ടുള്ള ഒരാൾ പ്രോപ്പറായിട്ട് റെഡ് ടീമിംഗ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ റെഡ് ടീമിംഗ് എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ കേപ്പബിലിറ്റീസ് ആണ്. അപ്പോൾ ഈ റെഡ് ടീമിംഗ് ചെയ്യാൻ വരുന്ന ഒരു ആൾക്ക് ഡിറ്റക്ഷൻ കേപ്പബിലിറ്റീസ് മെഷർ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ഡിറ്റക്ഷൻ കേപ്പബിലിറ്റീസ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു 1 ഇയർ 2 ഇയർ അറിയായിരിക്കാം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ അറിയുന്നവരൊക്കെ ഉണ്ട്, ഇല്ലയെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറൊക്കെ നമ്മൾ ഈ പ്രോപ്പർലി ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോറായിട്ടുള്ള കമ്പോണൻസ് വളരെയധികം കംഫർട്ടബിൾ ആയതിനു ശേഷം നമ്മൾ അടുത്ത സെറ്റ് ഓഫ് അഡ്വാൻസ് സർവീസസിലേക്ക് പോവുക. അഡ്വാൻസ് കമ്പോണൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫിഷിംഗ് ഉണ്ടാവും. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്ന ഫിഷിംഗ് അല്ല, അതിപ്പോൾ നമുക്ക് കോറായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പോവാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ അതല്ല ഫിഷിംഗ്. ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് ലെവൽ ഫിഷിങ്ങിൽ വരുമ്പോൾ നമ്മൾ സിനാരിയോസ് ബിൽഡ് ചെയ്യുക, ഇവരുടെ റീസെൻ്റ് ആയിട്ടുള്ള സിനാരിയോസ് എന്താണെന്ന് നോക്കുക.
അപ്പോൾ ആ സിനാരിയോസ് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ ക്രെഡൻഷ്യൽ ആയിരിക്കാം, നമ്മൾ കുറച്ചും കൂടി വർക്കൗട്ട് ആവുന്ന ക്രെഡൻഷ്യൽ ഗ്രാബിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെർവറിലേക്ക് നമ്മൾ കണക്ഷൻ എടുക്കുക. അപ്പോൾ അങ്ങനെ സിനാരിയോസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു എൻ്റർപ്രൈസ് ലെവൽ ഫിഷിംഗ് എന്നുള്ളത് പാത്തിലേക്ക് പോവുക. അതിനുശേഷം ഞാൻ പറയുന്നത് ഇപ്പോൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഫിസിക്കൽ സെക്യൂരിറ്റി നമുക്ക് ഒരു ഓർഗനൈസേഷന് നമുക്ക് ഫിസിക്കൽ സെക്യൂരിറ്റി ബൈപ്പാസ് ചെയ്ത് നമുക്ക് അവിടെ കയറാൻ പറ്റുമെന്ന്. അവിടെയും നമ്മൾ ഈ പറഞ്ഞ സെയിം സെക്യൂരിറ്റി അസസ്മെന്റ് അങ്ങനെ പൊതുവെ റെയറാണ്. അതെ. ഇപ്പം നമ്മളിപ്പോൾ അല്ലെങ്കിൽ പൊതുവെ അല്ല, അവർക്ക് അങ്ങനെ പോകാനുള്ളൊരു ഒന്നാമത് ടൈപ്പ് ഓഫ് കോഴ്സുകൾക്ക് ഭയങ്കര കോസ്റ്റാണ്. സത്യത്തിൽ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം. അപ്പം നമ്മളൊരു ഓർഗനൈസേഷൻ ചെന്നാൽ ഇതൊക്കെ നമുക്ക് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോപ്പർ ഒരു റെഡ് ടീമിംഗ് ആണെങ്കിൽ നമുക്കൊരു റെഡ് ടീം ഓപ്പറേറ്റർ ഉണ്ടാവും, റെഡ് ടീം ഇൻഫ്രാ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും, റെഡ് ടീം ലീഡ് ഉണ്ടാവും, പിന്നെ അതിന് പുറത്ത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ടെക് ലീഡും ഉണ്ടാവാം. ഒരു ഇതാണ്. അപ്പോൾ ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു എൻട്രി ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഒരു റെഡ് ടീം റോളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ റെഡ് ടീം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ റോളാണ്. അവിടെ കയറാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പെരിമീറ്റർ, ഇൻറ്റേർണൽ, വയർലെസ്, ഒരു എൻ്റർപ്രൈസ് ലെവൽ ഫിഷിംഗ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി. അത് നമുക്കിപ്പോൾ ഏതാണോ മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നുള്ളൂ ആ ഓപ്പറേറ്റർ റോളിലേക്ക് കയറാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4 to 5 years എടുക്കും പ്രോപ്പർ ഒരു നല്ല റെഡ് ടീമിൽ കയറാനും അതിൽ പ്രാക്ടീസ് ചെയ്യാനും പ്രൊജക്ട്സ് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ. ശരിക്കും ഇപ്പോൾ പല ടീംസും ഇപ്പോൾ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ചെയ്യുന്ന ടീമിലാണെങ്കിലും ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പറയും ഇത് റെഡ് ടീമിംഗ് ആണെന്ന് വേണ്ട. പക്ഷേ എനിക്കറിയില്ല അതെങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്യണമെന്നുള്ള. സത്യത്തിൽ പ്രോപ്പർ റെഡ് ടീമിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4 to 5 years ഒക്കെ എടുക്കും ഒരാൾക്ക് പ്രോപ്പർ അറ്റ്ലീസ്റ്റ് ഒരു റെഡ് ടീം ഓപ്പറേറ്റർ ലെവലിലേക്ക് കയറാനായിട്ട്. സത്യത്തിൽ നമ്മൾ ഈ കോർസ് സർവീസസും അഡ്വാൻസ് സർവീസസിൻ്റെയൊക്കെ കമ്പോണൻസിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളിൽ നമ്മൾ കംഫർട്ടബിൾ ആവുന്ന സമയത്ത് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്സൊക്കെ റിവ്യൂ ചെയ്യുക. അത് വേറൊരാളെ കൊണ്ട് പ്രോപ്പർലി റെഡ് ടീമിംഗ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇതിലെത്തിയിട്ടില്ല, നെക്സ്റ്റ് നമ്മളൊരു 6 മാസം ഒരു ട്രെയിനിങ് ഇതെടുക്കുക. ഒരു 4-5 പ്രൊജക്ട്സിൽ നമ്മൾ ഷാഡോ ചെയ്യുക ഇത് ചെയ്യുന്നവരായിട്ട്. അത് അത്രയും കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 4-5 കൊല്ലം എടുക്കും അതിൽ പ്രോപ്പറിൽ വരണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലി റെഡ് ടീം ഓപ്പറേറ്റർ റോൾ എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. പിന്നെ നമ്മൾ ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മളെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് വന്നാൽ റെഡ് ടീം ലീഡ് എന്നുള്ള ഒരു റോളിലേക്കൊക്കെ പിന്നെ വരാം. അതിങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരും. ഇപ്പോൾ CTFകളെ പറ്റി മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ കമ്പനികളൊക്കെ പൊതുവെ ഇപ്പോൾ CTF ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ റെസ്യൂംസ് കാണുകയാണെങ്കിൽ എടുക്കാറുണ്ടെന്ന് പൊതുവെ ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ CTFകൾ ചെയ്യുന്ന ആളുകൾക്ക് എത്രത്തോളം സാധ്യതയാണ് സൈബർ സെക്യൂരിറ്റിയിലുള്ളത്? CTF പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബഗ് ബൗണ്ടി എന്നുള്ളത്. അപ്പോൾ CTF ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി അവരുടെ ഇപ്പോൾ നമ്മൾ കുറേ പ്ലാറ്റ്ഫോമുകൾ എടുക്കുക, കൂടുതലും അതിലായിരിക്കും CTFകൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാക്ക് ദ ബോക്സ് അല്ലെങ്കിൽ ട്രൈ ഹാക്ക് മീ, കുറേ ഇപ്പോൾ ഡിഫൻസീവ് സൈഡിൽ അതിൻ്റേതായ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒഫൻസീവ് സെക്യൂരിറ്റിയിലായതുകൊണ്ട് ഞാൻ ഇത് രണ്ടും പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സത്യത്തിൽ ഇപ്പോൾ പല കോൺഫറൻസസുകളിലും ഈ പറഞ്ഞ CTFകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ റെഗുലർലി ഈ CTFകൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൽ സെറ്റ് നന്നായിട്ട് അപ്ഡേറ്റഡ് ആവും. ഇപ്പോൾ പലരും ഫോളോ ചെയ്യുന്നൊരു ചാനലാണ് ഇപ്സെക് എന്ന് പറഞ്ഞിട്ട്. ഈ ഇപ്സെക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്സെക് ആണോ IPSec ആണോ എന്തോ ഒരു ഇപ്സെക് എന്നാണ്. അപ്പോൾ ഇത് പുള്ളി ഫോളോ ചെയ്യുന്നൊരു അപ്രോച്ച് ഉണ്ട്. അതൊക്കെ നല്ല അപ്രോച്ചുകളാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ് ഫോക്കസ് ചെയ്യുന്നത്, വെബ് ആപ്ലിക്കേഷനാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള കുറേ ചലഞ്ചസ് നമ്മളിങ്ങനെ റെഗുലർലി ഫോളോ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ LFI എന്ന് പറയുന്ന
വൾണറബിലിറ്റിയാണ്, അല്ലെങ്കിൽ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലിങ്ങനെ ഒത്തിരി ടെക്നിക്സുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ CTF-കൾ ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് CTF-കൾ റെഗുലർലി ചെയ്യാം. ഇത് നമ്മൾ കുറച്ചും കൂടി ഒരു ഇതൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു ഇൻകം എന്നുള്ള ഒരു സാധനമൊക്കെ നമുക്ക്, ഞാൻ പറയുന്ന സത്യത്തിൽ അതിപ്പോൾ നോക്കരുത്, സ്റ്റുഡൻസ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നമ്മളൊരു പ്രാക്ടീസ് ചെയ്യാൻ CTF-കളാണ് നല്ലത്. അത് കുറച്ച് കംഫർട്ടബിൾ ആകുമ്പോൾ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബഗ് ബൗണ്ടി പോലത്തെ പ്രോഗ്രാമുകളിലേക്ക് പോകാം. ഇപ്പോൾ ബഗ് ബൗണ്ടി ഒന്നില്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എടുക്കുക, ഒരു ബഗ് ബൗണ്ടി ഓർഗനൈസേഷൻ എടുക്കുക. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഇതെടുക്കുക, അതിൻ്റെ സബ് ഡൊമൈൻസ് മാത്രം ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അതിൻ്റെ അതിന് അഡ്വാൻറ്റേജുകളുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഒന്ന്, അവർ യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന ടെക്നോളജീസൊക്കെ നമുക്കറിയാം. പിന്നെ 2, ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വരുന്നുണ്ട്. വേറൊരു അപ്രോച്ച് ഉണ്ട്. ഇപ്പം നമ്മളൊരു വൾണറബിലിറ്റി കണ്ടു, ഒരു വേർഡ് പ്രസിൻ്റെ ഒരു വൾണറബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CMSൻ്റെ ആണ്. അപ്പം നമ്മൾ റാൻഡംലി എല്ലാ ഇപ്പോൾ ഷോഡനിൽ പോയിട്ടോ അല്ലെങ്കിൽ സെൻസസിൽ പോയിട്ടോ നമ്മൾ ഇതിന് വൾണറബിൾ ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള വേർഡ് പ്രസ് ഡൊമൈൻസുകൾ നമ്മളെല്ലാം എടുത്തതിന് ശേഷം, ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഈ വൾണറബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അത് ഒരു റാൻഡം ഒരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ CTF ആണെങ്കിലും ബഗ് ബൗണ്ടി ആണെങ്കിലും ചെയ്യുമ്പോൾ പ്രിഫറൻസ്, അത് റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ പ്രിഫറൻസുകൾ കൊടുക്കാറുണ്ട് പലരും ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കും. ഇപ്പോൾ ബഗ് ബൗണ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വൾണറബിലിറ്റി മാത്രമായിരിക്കാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ചെയ്യും, പക്ഷെ പുള്ളി ഒരു ഒറ്റ പേലോഡ് ഇടും. പക്ഷെ ആ പേലോഡ് മാത്രമേ ടെസ്റ്റ് ചെയ്യുള്ളായിരുന്നു. അല്ല, അത് പുള്ളിയുടെ ഒരു അപ്രോച്ചാണ്. പക്ഷെ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു സാധനം പുള്ളി യൂസ് ചെയ്യാലോ. ഒത്തിരി ബൗണ്ടീസ് കിട്ടിയിട്ടുണ്ട്. അത് വലിയ യാഹൂ, ലിങ്ക്ഡിൻ അങ്ങനെയൊക്കെ ഉള്ള വലിയ സാധനങ്ങളിലൊക്കെ ഒത്തിരി ബൗണ്ടി കിട്ടിയ ആളുമാണ്. അപ്പം നമ്മുടെ പേലോഡ്സ് മാറ്റിക്കൊണ്ടിരിക്കണം അല്ലേ? അത് ഓരോരുത്തരുടെ അപ്രോച്ച് അനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഇപ്പോൾ പേലോഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞ പേലോഡ് ഉണ്ട്, മാർക്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എനിക്ക് കുറേ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ചിലരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിസ്റ്റ് ഓഫ് ഫയലോടും എടുത്തിട്ട് ഫസ്റ്റ് ചെയ്ത് നോക്കും, ഫസ്റ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ചെയ്യും. അത് ഓരോരുത്തരുടെ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു മെത്തഡോളജി ഫോളോ ചെയ്യുന്നതനുസരിച്ചിരിക്കും സത്യത്തിൽ. അപ്പോൾ ഈ CTF ആണെങ്കിലും ഈ പറഞ്ഞ ബഗ് ബൗണ്ടി ആണെങ്കിലും അതിൻ്റേതായ അഡ്വാൻറ്റേജുകൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉണ്ട് സത്യത്തിൽ. ഇപ്പം നമ്മളൊരു റെഗുലർലി ഈ സാധനം ചെയ്യുന്നു, നമുക്ക് ഒരു സ്കിൽ അപ്ഡേറ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയാണ്. എല്ലാവരും ചെയ്യുക. പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനിപ്പോൾ ഒത്തിരി ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇത് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു സ്റ്റുഡൻ്റ് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന എല്ലാ എൻവയോൺമെൻറ്റുകളും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല റിയലായിട്ട്. അപ്പോൾ CTF-കളാണ് ഒരു ഓപ്ഷൻ. കുറച്ചും കൂടി റിയലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആപ്ലിക്കേഷനാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബഗ് ബൗണ്ടി മോഡലിൽ പോവാം. സാർ ഒരുപാട് ബഗ് ബൗണ്ടി പണ്ട് കരിയർ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സാർ ഏതൊക്കെയാണ് ചെയ്തതെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ നേരത്തെ ചെയ്യാറുണ്ട്, ഇപ്പോഴും ഫ്രീ കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ കൂടുതൽ ഫോക്കസ് ഇൻഫ്രാസ്ട്രക്ചർ പെൻ ടെസ്റ്റിങ്ങിലാണ്. റെഡ് ടീമിങ് അല്ലെങ്കിൽ AD ഫോക്കസ്ഡ് ഒക്കെയാണ് എൻ്റെ കൈൻഡ് ഓഫ് വർക്കുകളെല്ലാം. അപ്പോൾ നേരത്തെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്ത് ബഗ് ബൗണ്ടി ചെയ്യുന്ന ആളായിരുന്നില്ല. ഞാൻ മറ്റേ കാറ്റഗറി ആയിരുന്നു. ഒരു വൾണറബിലിറ്റി എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറിയിലായിരുന്നു. ഇപ്പോൾ ഒരു വൾണറബിലിറ്റി പുതുതായിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാനത് പല സ്ഥലത്തേക്കും അതിൻ്റെ സബ്സ്ക്രിപ്ഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻസിൽ വരുന്ന ഇപ്പോൾ ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് വൾണറബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഷോർട്ടനിൽ നിന്ന് ലിസ്റ്റ് എടുക്കും, അതിൽ ചെക്ക് ചെയ്യും, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് അത് അങ്ങനെ ഫുള്ളി ഫോക്കസ്ഡ് അല്ല ഞാനിപ്പോൾ അതിൽ. ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി അല്ല എൻ്റെ ഇപ്പോൾ കോർ ഡൊമൈൻ. പണ്ട് ചെയ്തതിൽ ഏറ്റവും റിവാർഡ് കിട്ടിയ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഞാനെനിക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്, എനിക്ക് മൈക്രോസോഫ്റ്റിൽ വന്നിട്ടുണ്ട്, Paytm വന്നിട്ടുണ്ട്, NASA, ഈ
പിന്നെ നമ്മളുടെ ഗ്രോ എന്ന് പറഞ്ഞ ആപ്പ് കുറേ കുറേ കിട്ടിയിട്ടുണ്ട്. ഒരു 25+ ബഗ് ബൗണ്ടി പ്രോഗ്രാംസിൽ കിട്ടിയിട്ടുണ്ട്. അത് ഓരോ എന്താണ്, ചിലതിപ്പോൾ പെയ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലത് ഹൂഡീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഓരോ പ്രോഗ്രാമുകൾ അനുസരിച്ചിരിക്കും. ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫോക്കസ് അങ്ങനെ ഒരു ഇതായിരുന്നില്ല. സത്യത്തിൽ കുറേ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് പോയത്. ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഏതാണെങ്കിലും ബഗ് ബൗണ്ടി ആണെങ്കിലും CTF ആണെങ്കിലും ഈ ഒഫൻസീവ് സെക്യൂരിറ്റിന്നോ അല്ലെങ്കിൽ ആ ഡൊമൈനിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. കൂടുതലും നമ്മളിങ്ങനെ റെഗുലർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഒരു സാധനം വന്നു, അത് പഠിക്കുക, പഠിച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. അതെ അതെ, ഡെയിലി നമ്മൾ പഠിക്കേണ്ടി വരും. ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഡെയിലി ഓരോ വൾണറബിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഓരോ വർഷം ഇപ്പോൾ നിങ്ങൾ OWASP ടോപ്പ് 10 എടുത്ത് നോക്കാം. അപ്പോൾ എല്ലാ ചേഞ്ചിലും അതിൻ്റെ ടോപ്പ് 1 നിൽക്കുന്നത് അല്ലെങ്കിൽ ടോപ്പ് 2 നിൽക്കുന്നത് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ഇതിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഇങ്ങനെ ഇപ്പോൾ നെറ്റ്വർക്ക് ആണെങ്കിലും ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ AD ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എന്താ ഇപ്പോൾ വിൻഡോസ് ഫോക്കസ് ഒക്കെ ആയിരിക്കും AD എൻവയോൺമെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ ആക്റ്റീവ് ഡയറക്ടറി എൻവയോൺമെൻറ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ വരുന്ന വിൻഡോസിൻ്റെ ചേഞ്ചസ് നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. ഇപ്പോൾ വിൻഡോസ് ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരും. ഇപ്പോൾ സീറോ ട്രസ്റ്റ് എന്ന് വന്നു, അല്ലെങ്കിൽ ആപ്സ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒത്തിരി സാധനങ്ങളുണ്ട് അവർ കൊണ്ടുവന്ന്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള നോക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്തേണ്ടി വരും. നമുക്കൊരു ഡയറക്റ്റ്ലി ഒരു എൻഗേജ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ തന്നെ ലാബ് ക്രിയേറ്റ് ചെയ്യുക. ലാബ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഈ വൾണറബിൾ ആയിട്ടുള്ള സിനാരിയോ ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു റിയൽ എൻഗേജ്മെൻറ്റിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ക്യൂരിയോസിറ്റി എപ്പോഴും വേണ്ടി വരും. ക്യൂരിയോസിറ്റി ആണ് ഈ ഒഫൻസീവ് ഡൊമൈനിൽ വേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ ഡിഫെൻസീവ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് വേണ്ടത്. ഇപ്പം എൻ്റെ അടുത്ത് ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ ഇതാണ് ഒരു ഫീൽഡ് എന്നുള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, സത്യത്തിൽ എനിക്ക് വലിയ ധാരണകളൊന്നും ഉണ്ടായില്ല. ഞാൻ BTech പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ന ഇതിൽ വർക്ക് ചെയ്യണം അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല സത്യത്തിൽ. ഞാനിങ്ങനെ BTech പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ കേൾക്കുകയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിയുണ്ട് എന്ന് കേട്ടു. ആ സമയത്താണ് ആ ജോലിയിലേക്ക് കയറിയത്. പക്ഷേ ഇത് ഒരു പാഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പഠിക്കാനൊക്കെ വളരെ ഒരു മോശമായിട്ടുള്ള ഒരാളായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, ഞാനിത് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഉറക്കം വിളിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങി. വെളുപ്പിന് 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എണീക്കും, പിന്നെയും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ചെയ്യണം തോന്നുന്നത് ഇത് കൊള്ളാം, ഇത് എനിക്ക് പറ്റിയൊരു സാധനമാണെന്ന് തോന്നി. ഇതുവരെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഉറക്കം കളഞ്ഞ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു പാഷനായിട്ട് വരും. പിന്നെ ഇതിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പോകാന്ന് പറയുമ്പോൾ, കരിയറിലേക്ക് പോകാന്ന് പറയുമ്പോൾ പൊതുവെ ഫാമിലി എന്താണ് പറഞ്ഞത്? നല്ല അല്ല, അത് ഞാൻ ചോദിക്കുന്നത് അന്ന് പണ്ട് കാലത്ത് ആർക്കും അത്ര ഫെമിലിയർ അല്ലായിരുന്നല്ലോ. പണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു 2011-10 ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം അറിയുന്ന എനിക്കറിയില്ല. അല്ല, ഫാമിലി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനിങ്ങനെ പഠിക്കണു എന്ന് കണ്ടപ്പോൾ വീട്ടിൽ സന്തോഷമായി. അതുകൊണ്ട് കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്ത് പോട്ടെ എന്നുള്ളൊരു മൈൻഡായി. അത് നമുക്ക് മനസ്സിലാവും, ഒരു പോയിന്റിൽ നമുക്ക് റിയലൈസ് ചെയ്യും, ഇതെൻ്റെ ഏരിയ ആണ്, ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നല്ലതാണ് എന്ന് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് അത് ചൂസ് ചെയ്യാം. ഇത് തന്നെ ട്രൈ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചില സ്ഥലത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ ഇത് അറ്റൻഡ് ചെയ്യാൻ വന്നേക്കാം, ക്ലാസ് അല്ലെങ്കിൽ ഇതിൻ്റെ ടോക്കുകൾ പല ഇതും അറ്റൻഡ് ചെയ്യാൻ വന്നേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്.
അപ്പോൾ ഞാൻ എന്താണ് നിങ്ങളുടെ ഗോൾ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു എനിക്ക് പെൻ ടെസ്റ്റർ ആവണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഗോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എനിക്ക് ഡെവലപ്പർ ആവണം, പക്ഷേ എനിക്ക് ഈ കോൺസെപ്റ്റുകൾ എനിക്ക് മനസ്സിലാവണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടൈപ്പ് ഓഫ് സെഷനുകളിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഓരോരുത്തരുടെയും ഗോളും ഇതൊക്കെ പലതും ഡിഫറെൻ്റ് ആയിരിക്കാം. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, ഏതാണോ പറ്റുന്നതെന്ന് നമുക്കൊരു ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ ഇത് കൊള്ളാം എന്ന് മനസ്സിലാകുന്ന സമയത്ത് നമുക്ക് അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ ഈ ഒഫൻസീവ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഡൊമൈനിൽ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്, സബായിട്ടുള്ള ഒത്തിരി കമ്പോണൻസുകളുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1-2 കാര്യങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്യുക. അത് നമ്മൾ അത് മാസ്റ്റർ ചെയ്യാനുള്ളൊരു ഇതിലേക്ക് പോവുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു കോറായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും, ബാക്കി വരുന്നതിൽ ഒരു ആഡ് ഓൺ ആയിട്ട് പൊക്കോളും. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ ലെവലിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ സെക്യൂരിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി റെഡ് ടീമിങ്ങിൽ ഒരു റിയൽ വേൾഡ് സെനാരിയോയിലൂടെ എങ്ങനെയായിരിക്കും അത് ഇൻവോൾവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? അതിപ്പോൾ റെഡ് ടീമിങ് തന്നെ ആവണമെന്നില്ല. നമ്മൾ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെയൊക്കെ ഗോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു റിയൽ വേൾഡ് അറ്റാക്കിന് പ്രിപ്പയറായി എപ്പോഴും ഇരിക്കുക. അതിന് ഏറ്റവും നല്ലത് നമ്മൾ എപ്പോഴും നമ്മളൊരു ഓൾറെഡി ഹാക്ഡ് ആണെന്നുള്ളൊരു മൈൻഡിൽ നമ്മളിരുന്നാൽ നമ്മളതിന് കുറച്ചും കൂടി പ്രിപ്പയർഡ് ആവും. അതിനിപ്പോൾ പല ടെർമിനോളജീസ് ഉണ്ട്, അസ്യൂംഡ് ബ്രീച്ച്, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ മെച്യൂരിറ്റി ലെവൽ നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ഇപ്പം നമ്മളുടെ റിക്വയർമെൻ്റ് എന്താണ്, അതിനുശേഷം നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക, അതിനുശേഷം നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുക. അതിപ്പോൾ ചിലപ്പോൾ ഒരു വൾനറബിലിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെനിട്രേഷൻ ടെസ്റ്റിംഗ് പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റെഡ് ടീം പ്രോഗ്രാം ആയിരിക്കാം. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അത് നമുക്ക് ഒരു ഓർഗനൈസേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. റെഡ് ടീം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു സിനാരിയോ ഇമ്പ്രൂവ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടിപ്പിക്കലി നമ്മളൊരു മെച്യൂർഡ് ആയിട്ടുള്ള ക്ലൈൻറ്റിലായിരിക്കും ഒബ്വിയസ്ലി റെഡ് ടീം ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ടെക്നോളജിയിലായിരിക്കാം നമ്മൾ കുറേ പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുമ്പോൾ വൾനറബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ റെഡ് ടീം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡിറ്റക്ഷൻ നമുക്ക് ഇപ്പോൾ ഒരു കുറേ എക്സാമ്പിളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ റെഡ് ടീം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇനീഷ്യൽ ആക്സസ് കിട്ടി, അവിടെ നിന്ന് ഫോക്കസ് ചെയ്തു, നമ്മളുടെ ഒരു ക്രൗൺ ജുവൽ അച്ചീവ് ചെയ്തു, പലതും ഉണ്ടാകും. അപ്പോൾ അൾട്ടിമേറ്റ്ലി റെഡ് ടീമിൻ്റെ ഒരു ഗോള് നമ്മൾ ഈ പറയുന്ന ഡിറ്റക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ചിലതൊന്നും നമുക്ക് ഫൈൻഡിങ്സ് ആയിട്ട് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. ഒരു റിപ്പോർട്ടിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതില്ല, നമ്മൾ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്റ്റീവ് ഡയറക്ടറി ഇൻഫർമേഷൻ ഗ്യാതറിങ് നമ്മൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പ്രോപ്പർലി റെഡ് ടീം ചെയ്യുന്ന സമയത്ത് LDAP നോം എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ. അത് ഡിറ്റക്റ്റ് ആവില്ല പെട്ടെന്ന്. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലൗഡ് എൻവയോൺമെൻറ്റിൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പോൾ റോഡ് റെക്കോൺ എന്ന് പറഞ്ഞ ടൂളുണ്ട്. അപ്പോൾ ഈ ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ഡിറ്റക്റ്റഡ് ആവാതെ മോണിറ്റേർഡ് അല്ലാത്ത രീതിയിൽ അത് ഇങ്ങനെ കണ്ടിന്യൂസ് റൺ ചെയ്ത് അതിൻ്റെ ഇത് വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഇന്ന ടൈപ്പ് ഓഫ് ഈവൻ്റ് ID മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് അലേർട്ടിങ് മെക്കാനിസം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ അത് നമ്മളുടെ ഓരോ സിനാരിയോസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു റെഡ് ടീം എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് 20+ കൺട്രികളിൽ നമ്മൾ റെഡ് ടീം ചെയ്യുക. അതിലൊരു പാർട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അത് വയർലെസ് പ്ലസ് ഫിസിക്കൽ സെക്യൂരിറ്റി എന്നുള്ളതായിരുന്നു. വയർലെസ് ടിപ്പിക്കലി ഉള്ള വളരെ അറ്റാക്ക് സർഫസ് വളരെ കുറവായിട്ടുള്ളൊരു ഏരിയ ആണ്. വയർലെസ് ഓപ്പൺ ആണെങ്കിലും അറ്റാക്ക് സർഫസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് കേസസുകൾ വളരെ കുറവാണ്. അപ്പോൾ ഫിസിക്കൽ സെക്യൂരിറ്റി ചെയ്യുന്ന സമയത്ത് ആ ഓർഗനൈസേഷനിലെ ഒരു ബാങ്കാണ്. അപ്പോൾ അതിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻട്രി ഉണ്ടല്ലോ, ഡോർ എൻട്രി ഉണ്ട് ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഡിസേബിൾഡ് ഒരാളാണെന്നുണ്ടെങ്കിൽ ആ
ഡോറിൽ നമുക്ക് ഡയറക്റ്റ്ലി കടന്നു പോവാം. ഡയറക്റ്റ് ഡോറിലല്ല കയറണ്ട, അല്ലാതെ ഒരു സെപ്പറേറ്റ് എൻട്രി ഉണ്ട്, അതിലേക്ക് കയറി പോവാം. അത് അതാ എനിക്ക് അതിൻ്റെ ഫുൾ പേരറിയില്ല സത്യത്തിൽ. ആ ഡോറിനൊരു പേരുണ്ട്. അപ്പോൾ ആ ഡോറിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല ഡിസേബിൾഡ് ആയിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അത് കുറച്ച് ദിവസം അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ തന്നെ ഒരു കൺസൾട്ടൻറ്റ് അതൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളായിട്ട് ആക്ട് ചെയ്തിട്ട് പുള്ളി ഇന്ന ടൈപ്പ് ഓഫ് മീറ്റിംഗ് അപ്പോയിൻമെൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ആ സെപ്പറേറ്റ് ഡോറ് വഴി കയറി. അതിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നേരെ പോയി ഒരു നെറ്റ്വർക്ക് ഇതിൽ നാക്ക് എന്ന് പറഞ്ഞിട്ട് നെറ്റ്വർക്ക് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് നമ്മളൊരു പുറത്തുനിന്നൊരു ഡിവൈസ് കണക്ട് ചെയ്താൽ അതിൽ IP പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ അത് ബൈപ്പാസ് ചെയ്ത് നമ്മളതൊരു റാസ്ബെറി പൈ പ്രൊവൈഡ് ചെയ്ത് റിമോട്ട്ലി നമ്മളെ റെഡ് ടീം ഓപ്പറേറ്റേഴ്സ് അവരുടെ എൻവയോൺമെൻറ്റിലേക്ക് ടെസ്റ്റ് ചെയ്യുന്ന രീതിക്ക് ആക്കി അങ്ങനെയൊക്കെ ചെയ്തു. അൾട്ടിമേറ്റ്ലി അവിടെ ക്ലൈൻറ്റ് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഡോർ സംഭവം ഉണ്ടല്ലോ, അത് പിന്നെ അത് ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാർക്കും കൂടെ നമ്മൾ സേഫായിട്ട് ചെക്ക് ചെയ്തിട്ട് കയറ്റാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് എത്തി. അതൊരു റൊട്ടേറ്റിംഗ് ഡോർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പറഞ്ഞു. അപ്പോൾ അവിടെ ഫിസിക്കൽ സെക്യൂരിറ്റി ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ വയർലെസ് ആണെങ്കിൽ നെറ്റ്വർക്ക് റേഞ്ചുകൾ കുറയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ, മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സിനാരിയോസ് അനുസരിച്ചിരിക്കും. ഓരോ ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് സിനാരിയോ അനുസരിച്ചിരിക്കും. ഇപ്പോൾ കുറേ എക്സാമ്പിളുകൾ ഉണ്ടാവും. ഇതിപ്പോൾ ഈ ഒരു കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം പറഞ്ഞത് അത് കുറേ സിനാരിയോസ് ഉണ്ട്. ഇപ്പം ചില ബാങ്കുകളിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഓർഗനൈസേഷനിൽ ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. ഒരു ബാങ്ക്, മിഡിൽ ഈസ്റ്റിലുള്ളൊരു ബാങ്കിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലൈൻറ്റ് ഭയങ്കര റൂഡെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു മോഡിലുള്ളൊരു ക്ലൈൻ്റാണ്. നമ്മളെ അങ്ങനെ ഡയറക്റ്റ്ലി ഇത് ചെയ്യിക്കില്ല. അപ്പോൾ ഞങ്ങൾ രണ്ട് കൺസൾട്ടൻ്റ് ഉണ്ട്. ഞാനൊരു കൺസൾട്ടൻ്റ് ആയിരുന്നു, വേറൊരു കൺസൾട്ടൻ്റും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ IT മാനേജർ, ആ ബാങ്കിൻ്റെ IT മാനേജർ ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു റിസപ്ഷനിൽ ഫുള്ള് മറ്റേ ആഫ്രിക്കൻസ് സെക്യൂരിറ്റിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആഫ്രിക്കൻ സെക്യൂരിറ്റീസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തോന്നില്ല, നമ്മളത്രയും ഒരു സൈസൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇത് ചെയ്യാണ്. ചെയ്തത് ഇത്രേ ഉള്ളൂ, ഫോണിൽ ആ IT മാനേജറുടെ പേര് സേവ് ചെയ്തു. എന്നിട്ട് നമ്മൾ വേറെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുകയാണ്, റിസപ്ഷനിൽ ഇങ്ങനെ ചെന്ന സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞു, ഓക്കെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്, അർജൻറ്റായിട്ട് മീറ്റിംഗ് ഉണ്ട്, 10 മണിക്കാണ്, ഇപ്പോൾ ഓൾറെഡി 5 മിനിറ്റ്സ് ലേറ്റ് ആയി, ഓക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കയറണം എന്ന് പറഞ്ഞു. കയറി പുള്ളി പറഞ്ഞു കയറാൻ പറ്റില്ല, ഇവിടെ മീറ്റിങ്ങിന് കിട്ടുന്നില്ല. ഓക്കെ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി വിളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓക്കെ എൻ്റെ ഓൺ കോളിലുണ്ട് സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഇതുപോലെ എൻട്രി കൊടുക്കണം എന്ന് പറഞ്ഞു. കയറി ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. സത്യത്തിൽ ശബ്ദം കേൾക്കുമ്പോൾ അല്ല, നമ്മളിങ്ങനെ പോയി പല ഫ്ലോറിലും പോയി. അതിനുശേഷം ഒരു മീറ്റിംഗ് റൂം കണ്ടു. അവിടെ നമ്മൾ കയറിയിരുന്നു. ജെനുവിൻ ഒരു മീറ്റിംഗ് പോലെ തന്നെ നമ്മളവിടെ ഇരുന്നു രണ്ടുപേരും. ആ മീറ്റിംഗ് റൂമിൽ ഒരു നെറ്റ്വർക്ക് പോർട്ട് ഉണ്ടായിരുന്നു. ആ പോർട്ടിൽ നമ്മൾ കണക്ട് ചെയ്ത് അവിടെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കുകൾ ചെയ്തു. ആ സമയത്ത് നമുക്ക് ക്രെഡൻഷ്യൽസ് കിട്ടി. അവിടെ നിന്ന് പ്രിവിലേജ് എസ്കലേറ്റ് ചെയ്തു. ആക്റ്റീവ് ഡയറക്ടറി ഫുൾ കോംപ്രമൈസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ കോർ ബാങ്ക് സിസ്റ്റത്തിലേക്ക് നമുക്ക് ആക്സസ് കിട്ടി, അവിടുത്തെ കോർ ബാങ്ക് സിസ്റ്റത്തിൻ്റെ അഡ്മിനായിട്ട്. അപ്പോൾ ഇതിലൊരു സംഭവിച്ചത് നമുക്ക് റിയൽ അറ്റാക്കർ എന്ത് ചെയ്യും, കോർ ബാങ്ക് സിസ്റ്റത്തിൽ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഫണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കിപ്പോൾ അതിൽ
SMS സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തന്നെ അത് ചേഞ്ച് ചെയ്ത് നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ലോഗ്സ് ഡിലീറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ കാണിച്ചു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ ഫിസിക്കൽ സെക്യൂരിറ്റി ആയിരുന്നു നമ്മളുടെ ലൂപ്പ് ഹോള്, അതിൽ കയറി പക്ഷേ ഇത് കോംപ്രമൈസ് ചെയ്ത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ ക്രൗൺ ജുവലായ കോർ ബാങ്ക് സിസ്റ്റം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഇതാണ്. ഇത് എൻ്റയർ ആക്ടിവിറ്റി 1-2 ദിവസത്തിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടൈമുള്ള ടൈം ഒരു കുറവായിട്ട് തന്നെ നമുക്കങ്ങനെ കയറാൻ പറ്റി. നിങ്ങളുടെ ഡിറ്റക്റ്റ് ചെയ്തില്ല, ഡിറ്റക്ഷൻ മെക്കാനിസം. ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ പോലും വളരെ അതാണ് റെഡ് ടീമിങ്. ഒരു ലൂപ്പ് ഹോൾ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ റെഡ് ടീമിങ് എന്ന് പറയുന്ന ഇതിൽ വരുമ്പോൾ അത് മതി. പക്ഷെ നമ്മളൊരു പെനിട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊരു 100 വൾണറബിലിറ്റി കിട്ടും. അത് 100ഉം എക്സ്പ്ലോയിറ്റ് ചെയ്ത് നോക്കുക, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക, ഇതൊരു പോസിബിൾ റിസ്ക് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. ബാങ്കിൻ്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എത്രമാത്രം ഉത്തരവാദിത്തമുള്ളൊരു ജോബാണ് നമ്മുടെ. അത് ഓരോ പ്രോഗ്രാമുകൾ അനുസരിച്ചിരിക്കും. ഇപ്പോൾ റെഡ് ടീം പ്രോഗ്രാം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓരോ അതിൻ്റെ മെച്യൂരിറ്റി ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് നമ്മൾ അത്രത്തോളം സോഫിസ്റ്റിക്കേഷൻ കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലുള്ളൊരു ബാങ്കിങ് സെക്ടറിലുള്ളതാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ടിപ്പിക്കലി ഒരു റെഡ് ടീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനു മുമ്പ് സിമിലറായിട്ടുള്ള APTകൾ ഉണ്ടാവില്ല, അഡ്വാൻസ് പെർസിസ്റ്റൻറ്റ് ത്രെറ്റുകൾ, ഓൾറെഡി ത്രെറ്റ് ആക്ടേഴ്സ് യൂസ് ചെയ്ത് മെത്തഡോളജീസ് ഉണ്ടാവും. മെത്തഡോളജി ഇൻ ദ സെൻസ് ടാക്ടിക്സുകൾ, TTPs ഉണ്ടാവും. അപ്പോൾ ആ TTPs നമ്മൾ മാപ്പ് ചെയ്യുക. ഓക്കെ, ഇന്ന കാറ്റഗറി, ഇപ്പോൾ ഖത്തറിൽ അല്ലെങ്കിൽ സൗദിയിലുള്ള ത്രെറ്റ് ആക്ടേഴ്സിന് അവിടെ ഉണ്ടായിരുന്ന അറ്റാക്സ് ഇതാണ്. അതിൽ തന്നെ ബാങ്കിങ് സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടറിൽ വരുമ്പോൾ ഫിനാൻഷ്യൽ സെക്ടറിൽ യൂസ് ചെയ്ത TTPs ഇതാണ് എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ റെഡ് ടീം ശരിക്കും നമ്മൾ ATT&CK ഫ്രെയിംവർക്ക് ഒക്കെയാണോ റെഫർ ചെയ്യുന്നത്? അത് ഒരു ഫ്രെയിംവർക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അറ്റാക്ക് കിൽ ചെയിനായിട്ട് നമുക്ക് മാപ്പ് ചെയ്തിട്ട് ചെയ്യാം. അതിൽ നമുക്ക് കുറച്ചും കൂടി നമ്മളൊരു ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹെൽത്ത് സെക്ടറിൽ ഫോക്കസ് ചെയ്ത ഒരു APTയുടെ TTP എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ കൺട്രി റീജിയൺ ഏതാണോ, ആ സെക്ടർ ഏതാണോ, അത് ഫോക്കസ് ചെയ്തിട്ടുള്ള TTPs നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസൈൻ ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ളത്. അത് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പർലി ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്.